ടൂ വീലർ ഓടിക്കുന്ന ഡ്രൈവർമാരും കാർ ഓടിക്കുന്ന ഡ്രൈവർമാരും എപ്പോഴും കുറ്റം പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ്. ഇവർ ഇൻഡിക്കേറ്റർ അതാണ് വളക്കുന്നത്, അല്ലെങ്കിൽ ഇവര് വണ്ടി നോക്കാതെയാണ് വളക്കണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് അതിനെപ്പറ്റി കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ട്രൂ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോറിക്ഷയും ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ റോഡിൽ അപകടകരമായിട്ടുള്ള വണ്ടിയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. കൂടുതലും ടൂ വീലറുകാരും അതേപോലെ തന്നെ നമ്മുടെ കാറുകാരും എപ്പോഴും കംപ്ലൈന്റ് പറയുന്നതാണ് ഓട്ടോറിക്ഷ ഒട്ടും ശ്രദ്ധിക്കാതെയാണ് വണ്ടി വളക്കണത്, ഓട്ടോറിക്ഷ ഒരു അപകടം വിളിച്ചു വരുത്തുന്ന വണ്ടിയാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാറില്ല ഓട്ടോ ഡ്രൈവേഴ്സ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നോക്കാം. എനിക്ക് മനസ്സിലായിടത്തോളം റോഡിലെ അപകടത്തിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരി തെറ്റിച്ചുള്ള യാത്ര, പിന്നെ അമിത വേഗം, മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും വണ്ടി ഓടിക്കല്, പിന്നെ സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതിരിക്കണം മുന്നിൽ പോകുന്ന വാഹനമായിട്ട്, പിന്നെ അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇതൊക്കെയാട്ടോ മെയിൻ ആയിട്ടുള്ള എനിക്ക് തോന്നിയിരിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ നമ്മുടെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ പെടുന്നതും അപകടം ഉണ്ടാക്കുന്ന വാഹനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ടൂ വീലറാണ്, ഓട്ടോറിക്ഷ അല്ല ഒരിക്കലും. പിന്നെ ഓട്ടോറിക്ഷ അപകടം വിളിച്ചു വരുത്തുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കാതെ ഓടിക്കുന്ന പല വണ്ടികളും അപകടം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും കൂടുതലും ടൂ വീലറുകൾ തന്നെയാണ് അപകടത്തിൽ പെടുന്ന വണ്ടികളും, അപകടം ഉണ്ടാക്കുന്ന വണ്ടിയും ടൂ വീലർ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഏകദേശം 6 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഒരു 2013 ലൈസൻസ് എടുത്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാനായിട്ട് വലിയ അപകടമൊന്നും വിളിച്ചു വരുത്തിയിട്ടില്ലെങ്കിലും എന്റെ വാഹനത്തിന്റെ പുറകിൽ പലരും കൊണ്ടുവന്നിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. അത് കൂടുതലും ടൂ വീലറുകളാണ് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഇടിച്ചേക്കുന്നത്. നമ്മളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിയേക്കണത് 1-2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അതിന്റെ എത്രയോ ഇരട്ടി പ്രാവശ്യം എന്റെ പുറകിൽ പല വണ്ടികളും വന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. അപ്പൊ നമുക്കിന്ന് നോക്കാം, ഓട്ടോറിക്ഷ സുരക്ഷിതമായിട്ടുള്ള വണ്ടിയാണോ, ഓട്ടോറിക്ഷയിൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുന്നത്, ഓട്ടോന്റെ ഡയമെൻഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ അപ്പയുടെ ഡീസൽ വണ്ടി ആട്ടോ. ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് വെച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെ കാര്യങ്ങളെന്ന്. ഈ വണ്ടിയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന് വീതി കുറവും ബാക്ക് ഭാഗത്തിന് വീതി കൂടുതലും ആയിരിക്കട്ടെ ഈ വണ്ടിയുടെ. ഈ മിക്ക ഓട്ടോറിക്ഷ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ചെറിയ ഓട്ടോറിക്ഷകൾക്ക് ബാക്കും ഫ്രണ്ടും സെയിം വീതി തന്നെ ആയിരിക്കും. ഈ വണ്ടി വെച്ച് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വീതി കുറവും ബാക്കിലോട്ട് വീതി കൂടുതലാണ് കുറച്ച്. അപ്പം നമുക്ക് ഇതല്ല കേട്ടോ ഇതിൻ്റെ നോർമൽ കണ്ണാടി, ഇതല്ല ഒറിജിനൽ കണ്ണാടി വരുമ്പോൾ, കമ്പനി കണ്ണാടി വരുമ്പോൾ ഇങ്ങോട്ടായിരിക്കോട്ടെ ഇരിക്കണേ. ഇതിപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വെച്ചേക്കുന്നത്. ഇത് കുറച്ച് പുറത്തോട്ടാണ്, എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് വണ്ടിയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ പുറകിലുള്ള വണ്ടി. പിന്നെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ കാറിൻ്റെ പോലെ ഉള്ളിൽ വേറെ കണ്ണാടിയൊന്നും ഇല്ല. പിന്നെ നമ്മളെ ഇന്ന് വീഡിയോയിൽ സഹായിക്കാനായിട്ട് വന്നേക്കണ ജോസപ്പനാട്ടോ. ജോസപ്പൻ ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കാണ്ട് അതേ ഇരിക്കണം ജോസപ്പൻ. അപ്പോൾ ഞാൻ ജോസപ്പനോട് ജസ്റ്റ് ചോദിക്കാം, നമുക്ക് വണ്ടിയിൽ ജോസപ്പൻ ഇരുന്നിട്ട് ഞാൻ പുറകിലേക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകുന്നു. ഇപ്പം ഞാൻ നമ്മുടെ വണ്ടിയുടെ നേരെ ബാക്കിലാട്ടോ നിൽക്കണം. ഈ വണ്ടിയുടെ ബാക്കിൽ ഒരു ഗ്ലാസ് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് മങ്ങി ഫെയ്ഡായിട്ട് പോകും. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അതിൽ കൂടെ. പിന്നെ മഴക്കാലത്തും അതിൽ ഫോഗ് വന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുവഴി നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ആളുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഒട്ടുമിക്ക വണ്ടിയിലും അത് കാണാൻ പറ്റത്തില്ല കേട്ടോ. അത് വെറുതെ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരെ വണ്ടിയുടെ ബാക്കിലിരിക്കണേ. ജോസപ്പൻ എന്നെ കാണാൻ പറ്റണ്ടെന്ന് ഞാൻ ജസ്റ്റ് ചോദിക്കാം കണ്ണാടി കൂടെ. ജോസപ്പൻ എന്നെ കാണാൻ പറ്റണ്ടോ വണ്ടിയുടെ കണ്ണാടി കൂടെ? പുള്ളി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലെ കണ്ണാടി കൂടെ കാണാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കിയാൽ എന്നെ കാണാൻ പറ്റുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ നോക്കി പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ, വണ്ടി ഓടിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നേരെ ബാക്കിലുള്ള വണ്ടി കാണാൻ പറ്റത്തില്ലെന്നാട്ടോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാനപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയുടെ ഏകദേശം ബാക്ക് സൈഡിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ നിൽക്കണം, റൈറ്റ് കോർണറിലായിട്ടാണ് നിൽക്കണം. അപ്പം നമുക്ക് ജോസഫിനോട് ചോദിക്കാം എന്നെ കാണാൻ പറ്റണ്ടെന്ന്. ജോസഫ് എന്നെ കാണാൻ പറ്റണ്ട പുറകിൽ? റൈറ്റ് സൈഡിലെ കണ്ണാടി കൂടെ എന്നെ കാണാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറകിലൊരു ടൂ വീലർ എന്തെങ്കിലും ഈ ഒരു പോർഷനിലുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ ഡ്രൈവറിന് കാണാൻ പറ്റത്തില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ബാക്കിൽ ഇവിടെ നിൽക്കണമെങ്കിലും നേരെ നോക്കി ഓടിച്ചു പോകണ ഒരു വണ്ടിയാണെങ്കിൽ അയാൾക്ക് സൈഡിലെ കണ്ണാടി കൂടെ കാണാൻ പറ്റത്തില്ല ബാക്കിലൊരു വണ്ടിയുള്ളത്. ഇപ്പം ഞാൻ നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഈ ഒരു പൊസിഷനിലാട്ടോ നിൽക്കണേ. ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എന്നെ കാണാൻ പറ്റണ്ട. അപ്പൊ ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴാണ് കാണാൻ പറ്റണം. അത് എന്തോരം വരെ കാണാൻ പറ്റണ്ട? ഇപ്പൊ കാണാൻ പറ്റണ്ടോ? ഈ ഒരു പൊസിഷൻ വരെ എത്തുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ വണ്ടിയുടെ ഈ ഒരു പൊസിഷൻ വരെ. ഇതിൽ കൂടുതൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെയും കാണാൻ പറ്റാതെ ഓട്ടോ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഓട്ടോറിക്ഷ. ചെറിയ വണ്ടിയാണെങ്കിലും അത് പലരും മനസ്സിലാക്കണില്ല. നമ്മുടെ ജോസപ്പൻ വണ്ടിയിൽ ഇരിക്കണ്ട കേട്ടോ. ജോസപ്പനാണ് നമ്മളെ സഹായിച്ചത് ഈ വീഡിയോയിൽ. നമുക്ക് എന്നെ പുറകിൽ നിന്ന് കാണാൻ പറ്റണ്ടെന്ന് ജോസപ്പനാണ് കേട്ടോ പറഞ്ഞു തന്നത്.
അപ്പോൾ ഈ വണ്ടിയുടെ ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ചെറുതും ബാക്ക് ഭാഗത്തിന് വീതി കൂടുതലും ആയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുള്ളത്. പിന്നെ ബാക്ക് ഭാഗത്താണെങ്കിൽ ചില്ലല്ല, മറ്റേ ഗ്ലാസിന്റെ ഇതല്ല ഉള്ളത്, മറ്റേ ഒരു പടുതയുടെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ് ഉള്ളത്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് ബാക്ക് കാണാനായിട്ടുള്ള വേറെ മിറർ സംവിധാനങ്ങളൊന്നും കമ്പനി നൽകുന്നില്ല. അതൊക്കെ കൊണ്ടാട്ടോ നമുക്ക് വണ്ടി കാണാൻ പറ്റാത്തത്. പിന്നെ ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ കൂടെ ഈ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഈ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ രാത്രി കാണാൻ പറ്റത്തില്ല കേട്ടോ, ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലോട്ട് തന്നെയാണെങ്കിൽ ബാക്കിലുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഇൻഡിക്കേറ്റർ വന്നത് ഭയങ്കര താഴെ ആയിട്ടാട്ടോ വന്നത്. എൻ്റെ ഒരു മുട്ടിൻ്റെ ഈ ഒരു ലെവലിലാണ് ഈ ഇൻഡിക്കേറ്റർ വന്നത്. നമ്മളിപ്പോൾ ഒരു 2 വീലർ നോക്കുകയാണെങ്കിലും ഒരു 4 വീലർ നോക്കുകയാണെങ്കിലും ഏകദേശം ഈ ഒരു ഹൈറ്റിലായിരിക്കും അതിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റർ വന്നത്. പിന്നെ അതൊക്കെ LED കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് വെറുതെ ഹാലജൻ 15 രൂപയുടെ ബൾബാട്ടോ ഇതിൽ വന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ വേറെ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് വിസിബിലിറ്റി വളരെ കുറവാണ്. അതും ഒരു റീസണാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിലും ആൾക്കാർ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലെന്ന് പറയണത് ഒരു മെയിൻ കാര്യം അത് തന്നെ കേട്ടോ. നമ്മളിത് ഇട്ടേക്കണത് ആരും ശ്രദ്ധിക്കത്തില്ല. ഇത് താഴെ ആയിരിക്കും. പിന്നെ ഇതിന് വെളിച്ചം കുറവായിരിക്കും, വിസിബിലിറ്റി വളരെ കുറവാണ്. അതും ഒരു റീസണാണ്. ഇൻഡിക്കേറ്റർ ഇട്ടാലും ആൾക്കാർ ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് സൈഡിൽ കൂടെ കയറി വരുന്നത്. കൂട്ടുകാരെ, അപ്പൊ നമ്മള് വണ്ടിയുടെ പുറത്ത് പോയിട്ട് വണ്ടിയുടെ സൈഡ് വ്യൂ മിററിന്റെ കാഴ്ചകളും അതിന്റെ കാര്യങ്ങളും അതേപോലെ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാ പറഞ്ഞത്. ഇൻഡിക്കേറ്ററിന് വലിയ വിസിബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഓട്ടോറിക്ഷ. അതൊരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈഡ് വ്യൂ മിറർ വെച്ചിട്ട് നമ്മുടെ നേരെ പുറയിലുള്ള വണ്ടിയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ ഈ വണ്ടിയുടെ ഒരു പരിമിതികളാണ് പെടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ കൊണ്ടാണ് കൂടുതലും ഈ വണ്ടി അപകടത്തിൽപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ വണ്ടി കാരണം മറ്റു വണ്ടികളും ആൾക്കാരും അപകടത്തിൽപ്പെടുന്നതെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഈ വണ്ടിയുടെ ഒരു ബിൽഡ് അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ഡിസൈൻ കാരണമാണെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ ഡ്രൈവർമാരെ ഞാൻ കുറ്റം പറയണില്ലെന്നൊന്നും പറയണില്ല. ഡ്രൈവർമാരും കുറെ പേരൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ വണ്ടി വളക്കുന്നുണ്ട്. അതും അപകടം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതലും പറ്റുന്നവരെല്ലാവരും ഇൻഡിക്കേറ്റർ ഇട്ട് തന്നെ വളക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ടൊക്കെ ഒന്ന് വളക്കുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികൾ കുറച്ചും കൂടെ അപകടത്തിൽപ്പെടുന്നതിന്റെ കണക്ക് അല്ലെങ്കിൽ നിരക്ക് വളരെ കുറക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ ഇപ്പൊ 2 വീലറുകാരുടെ ഇടയിലും കാറുകാരുടെ ഇടയിലും ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഓട്ടോക്കാരെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഉള്ളത്. അത് തന്നെ മാറിക്കിട്ടും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണമെങ്കിൽ. അപ്പോൾ എനിക്ക് ഇത്രയാണല്ലോ പറയാനുള്ള. ഈ വണ്ടിയുടെ ലിമിറ്റേഷൻസും പരിമിതികളും വിസിബിലിറ്റിയുടെ കുറവും കാരണമൊക്കെ കൊണ്ടാട്ടോ നമുക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ കൂടുതലും ഡ്രൈവറിന്റെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം സഹായിച്ച ജോസപ്പനായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഫോൺ ഓഫായി പോയപ്പോൾ ജോസപ്പന്റെ ഫോണിലൊക്കെ ആട്ടോ നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തതും പിന്നെ കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്തതെന്ന് കൂടുതലും ജോസഫ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിന് വ്യൂവേഴ്സ് കുറവാണ്. അതേപോലെ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പാപ്പ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതാത് സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളു. ഓട്ടോ അത്ര അപകടം പിടിച്ച വണ്ടിയൊന്നും അല്ല. ഇൻഡിക്കേറ്റർ ഇടാൻ ശ്രമിക്കുക. എല്ലാവരും ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ടൊക്കെ വളച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപകടം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.